തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കെതിരെ ഇന്ന് കർഷക തൊഴിലാളി യൂണിയൻ CITU പ്രതിഷേധം. മോദി സർക്കാരിന്റെ വഞ്ചനയ്ക്കെതിരെ രാജ്യവ്യാപകമായി 1 ലക്ഷം ഗ്രാമസഭകൾ ചേർന്നാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കമലേഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. കമലേഷ്, ഇന്നിപ്പോൾ കേരളത്തിലടക്കം 23,000 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം നടക്കാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം. നമുക്കറിയാം, ഈ കർഷക തൊഴിലാളികളൊക്കെ തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ, ഇപ്പോൾ തൊഴിലുറപ്പ്, അതിനു മുൻപ് ലേബർ കോഡ് കൊണ്ടുവരുന്നു, അത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ CITU, നമുക്കറിയാം, 18ാമത് അഖിലേന്ത്യാ സമ്മേളനം ഇന്നലെ സമാപിച്ചിരുന്നു. അതിനൊക്കെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഭാവി പ്രക്ഷോഭങ്ങൾക്കൊക്കെ രൂപം നൽകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിന്റെ ബാക്കി പത്രം എന്നോണമാണ്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, CITU സമ്മേളനത്തിന്, അഖിലേന്ത്യാ സമ്മേളനത്തിന് മുൻപ് തന്നെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ, വലിയ പ്രക്ഷോഭങ്ങൾ CPIM-ൻ്റെയും അതുപോലെ തന്നെ CITU-ൻ്റെ നേതൃത്വത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തുടരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പല വിഷയങ്ങളിലുമാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നത്. നിലവിലിപ്പോൾ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്ന ഘട്ടത്തിൽ ഈ വലിയ പ്രക്ഷോഭം നടക്കുന്നത്. അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്തസത്ത പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഈ പദ്ധതിയെ തന്നെ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നടത്തുന്നത് എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ ബാധ്യത ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു വർഷം, അതായത് പ്രതിവർഷം 100 തൊഴിൽ ദിനങ്ങൾ ഈ തൊഴിലാളിക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്ന കാര്യം. അതുവഴി പൈസ, അതായത് പണം ആളുകളുടെ കയ്യിൽ എത്തിക്കുക, അവർക്കൊരു തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുക, മാന്യമായ ജീവിതം ഉറപ്പുവരുത്തുക, തൊഴിലെടുത്ത് ജീവിക്കുന്ന നിലയിലേക്ക് ആളുകളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിലവിലിപ്പോൾ ഈ പദ്ധതിയുടെ വലിയ തരത്തിലുള്ള ബാധ്യതകൾ സംസ്ഥാന സർക്കാരിനെ തലയിൽ വെക്കുന്ന നിലയിലേക്കുള്ള മാറ്റങ്ങളാണ്, നിയമ ഭേദഗതികളാണ് നിലവിലിപ്പോൾ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വരുത്തിയിട്ടുള്ളത്. ഇത് സംസ്ഥാനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് പോലെ തന്നെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഇത് വളരെയേറെ ദോഷകരമായി ബാധിക്കും എന്നുള്ളതാണ്. പതിയെ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്കുള്ള ഇടപെടലാണ്, അതിന് മുന്നോടിയായുള്ള ഇടപെടലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും തന്നെയാണ് CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ്. നിലവിലിപ്പോൾ CITU രാജ്യവ്യാപകമായി ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാടുകൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംസ്ഥാനത്ത് 23,000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സംഗമങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ലക്ഷം ഗ്രാമസഭകൾ ചേർന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന നിലപാടുകൾക്കെതിരെ പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ CITU തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായ പ്രതിഷേധങ്ങളാണ് ഇന്ന് അരങ്ങേറുന്നത്. അതോടൊപ്പം തന്നെ ഈ ബജറ്റ് സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഭാഗമായി 5,000 കേന്ദ്രങ്ങളിൽ വലിയ നിലയിലുള്ള പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനും CITU തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ പ്രതിഷേധങ്ങളെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ്. ഈ 19-ന് വിവിധ സംഘടനകളുടെ സംയുക്ത പ്രതിഷേധവും, അതായത് ഈ BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളുടെ സംയുക്ത പ്രതിഷേധവും ഇതിൻ്റെ ഭാഗമായി തന്നെ അരങ്ങേറുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിവാദ നിയമം പിൻവലിക്കുന്നത് വരെ, അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുന്ന നിലയിലേക്കുള്ള നിയമ ഭേദഗതികൾ പിൻവലിക്കുന്നത് വരെ, ഇത്തരം പിന്തിരിപ്പൻ നിലപാടുകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുന്നത് വരെ തുടർച്ചയായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തന്നെയാണ് CITU തീരുമാനിച്ചിട്ടുള്ളത്. ഈ 18ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച നിർണായകമായ പ്രമേയങ്ങളും തീരുമാനങ്ങളുമാണ് ഈ സമ്മേളനം കൈക്കൊണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തുടർച്ചയായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത്. അതിന് മുന്നോടിയായാണ് ഇന്നത്തെ ഈ പ്രക്ഷോഭങ്ങളെയെല്ലാം കാണേണ്ടത്. ഭദ്ര, മുൻപ്, അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമലേഷ്, ഈ ലേബർ കോഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരത്തിൽ തൊഴിലാളി വിരുദ്ധ നടപടികളൊക്കെ കൊണ്ടുവരുന്നു. അതിന് പിന്നിൽ മറ്റൊരു അജണ്ട കൂടിയുണ്ട്. അതായത് ഇത്തരത്തിലുള്ള CITU അടക്കമുള്ള ഈ യൂണിയനുകൾക്കൊക്കെ ഒരു കൂച്ചുവില ഇടുക എന്നൊരു ലക്ഷ്യം അത് മോദി സർക്കാരിന്റെ മുന്നിലുണ്ട്. എന്തായാലും അതിനെതിരെ കൂടിയാണ് ഈ പ്രക്ഷോഭം എന്നുള്ളതാണ്. തൊഴിലാളികൾക്ക് അവരുടെ വിഷമങ്ങൾ പറയാനും അവർക്ക് അണിനിരന്നുകൊണ്ട് പ്രക്ഷോഭം നടത്താനും ഒക്കെയുള്ള, അല്ലെങ്കിൽ പ്രതിഷേധിക്കാനും ഒക്കെയുള്ള അവകാശത്തെ പോലുമാണ് മോദി സർക്കാർ ഇത്തരത്തിൽ കൂച്ചുവിലങ്ങിടുന്നത്. ബദ്ര, തീർച്ചയായും അതിനെതിരെ കൂടിയുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് തന്നെയാണ് CITU കടക്കുന്നത്. ബദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെ എല്ലാ അവകാശങ്ങളും, അതായത് തൊഴിലവകാശങ്ങൾ മുഴുവനായും
ഈ കുത്തകകൾക്ക് നൽകുന്ന നിലയിലേക്ക്, അതായത് തൊഴിലാളികൾക്ക് യാതൊരുവിധ അവകാശങ്ങളും ഇല്ലാത്ത, അവരുടെ അവകാശങ്ങളെയെല്ലാം ഹനിക്കുന്ന നിലയിലേക്കുള്ള തൊഴിൽ കോഡുകളാണ് ഇപ്പോൾ പുറത്തേക്ക് അല്ലെങ്കിൽ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ സംഘടിക്കാനുള്ള, അതായത് സംഘടിച്ച് സമരം ചെയ്യാനുള്ള അവകാശങ്ങൾ പോലും തൊഴിലാളിക്ക് ഇല്ലാതെയാക്കുന്നു. അതോടൊപ്പം ഒരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത നിലയിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം സ്ഥിരം തൊഴിലുകൾ, അതായത് സ്ഥിരം നിയമനങ്ങൾ ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. കരാർ തൊഴിലാളികളെ മാത്രം നിയമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ നിലയിൽ നിരവധിയായ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളുടെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനെതിരെ കൂടിയുള്ള പ്രക്ഷോഭങ്ങളിലാണ് നിലവിലിപ്പോൾ CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളെല്ലാം ഉള്ളത് രാജ്യത്തെ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തുടർ പ്രക്ഷോഭങ്ങൾ. ഈ പറയുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന നിലപാടുകൾക്കെതിരായ സമരങ്ങൾക്കൊപ്പം തന്നെ ഈ തൊഴിൽ കോഡുകൾക്ക് എതിരായ സമരവും ശക്തമാക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും തുടർച്ചയായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും തന്നെയാണ് CITUവിൻ്റെ തീരുമാനം. ഭദ്ര. യെസ്.